തിരുവനന്തപുരം കവടിയാറിൽ അമിത വേഗതയിലെത്തിയ വാഹനമിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. അപകടമുണ്ടാക്കിയ വാഹനം 3 കാറുകളുമായും 2 ബൈക്കുകളുമായും കൂട്ടിയിടിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. രാവിലെ 10 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കുറവങ്കോണം ഭാഗത്ത് നിന്ന് കവടിയാർ ഭാഗത്തേക്കാണ് ഈ വാഹനം വന്നത്. വാഹനം ഓടിച്ചിരുന്നത് മോഹൻ തോമസ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് 70 വയസ്സിലേറെ പ്രായമുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. ഈ വാഹനം അമിത വേഗതയിലായിരുന്നു. അമിത വേഗതയിൽ വന്ന സമയത്ത് ഈ തൊട്ടടുത്ത ഫ്ലാറ്റിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ പുറത്തേക്ക് കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പുറത്തിറക്കി ഇറങ്ങുന്ന സമയത്തിന് ഈ വാഹനം അമിത വേഗതയിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ആ സമയത്ത് കൈ കാണിക്കുകയും ചെയ്തു. പക്ഷേ വാഹനം നിയന്ത്രണ വിധേയമായിരുന്നില്ല. ഭയങ്കര സ്പീഡാണ്. കൈ കാണിക്കാൻ പുള്ളി പറഞ്ഞ പുള്ളി കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് സുപ്രീമിൻ്റെ അവിടെ നിന്ന് ഇതിങ്ങ് ഫുട്പാത്തിലേക്ക് കയറി നേരെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ആ സെക്യൂരിറ്റി ഗേറ്റിൻ്റെ അവിടെ വരാനും ഞാൻ ഒഴിഞ്ഞങ്ങ് മാറി അടുത്ത് ഇടിക്കുന്നത് ഈ കുട്ടികളെയാണ്. കാരണം അവരെൻ്റെ ബാക്കിൽ നടന്ന് സംസാരിച്ചുകൊണ്ട് വരികയാണ് ഫോണിൽ. ആ ഇടി പിന്നെ ഇങ്ങോട്ട് ഇടിച്ചിടിച്ച് വന്നാണ് ഇപ്പം വേറെ വണ്ടികളിൽ ഇടിച്ചു. നിങ്ങളിപ്പോൾ കൊണ്ടുപോയ വണ്ടിയിൽ അവസാനം ഇടിച്ച് അവിടെ നിന്നു. അതിനിടയിൽ ഇടിച്ച വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട്. ചുവന്ന വണ്ടി കിടപ്പുണ്ട്. 8ഓളം പേര് അതിൻ്റെ ഇടയിൽ ഇടിച്ചു. ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ അപകടം ഉണ്ടായതിനു ശേഷമുള്ള വാഹനത്തിൻ്റെ പാർട്സുകളാണ് ഇവിടെ ചിന്നിച്ചിതറി കിടക്കുന്നത്. ഞാൻ വരുമ്പോൾ കാണുന്നത് 3-4 പേര് റോഡിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ അവിടെ 2 പേര് വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ മകളുണ്ടായിരുന്നു, കൊച്ചു കുഞ്ഞാണ്. അപ്പോൾ അനിയനുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒതുങ്ങിയിരുന്നിട്ട് അവരെ അതിനകത്ത് കയറ്റിയപ്പോൾ നമുക്ക് വാഹനം എടുക്കാൻ പറ്റുന്നില്ല. കാര്യം ഫ്രണ്ടിൽ ഉള്ള ആൾക്കാർ വണ്ടി ഓഫ് ചെയ്തിട്ട് കാഴ്ച കാണാൻ വരിക. നല്ല പരിക്കുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക്. നൌഷിക എന്നാണ് കുട്ടിയുടെ പേര്. ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞു തന്നു. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പോലീസാണ് ഫോൺ എടുത്തത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പയ്യന് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പാലക്കാട് നിന്ന് വിനോദയാത്രയ്ക്കായി തലസ്ഥാനത്ത് എത്തിയ ദമ്പതികളാണ്. അതിലാണ് 24 വയസ്സ് മാത്രം പ്രായമുള്ള നൌഷിജ അപകടത്തിൽ മരണപ്പെട്ടത്. സാധാരണ ഈ കവടിയാർ ഭാഗത്തൊരു അപകട മേഖല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അടുത്തിടെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വാഹനാപകടത്തിൽ ഒരു മരണം സംഭവിക്കുന്നത്. അത് നിർഭാഗ്യകരമായി പോയി. എന്തായാലും ഈ അപകടത്തിന് കാരണം ഈ വാഹനം ഓടിച്ചിരുന്ന മോഹൻ തോമസ്, അദ്ദേഹത്തിന് BP കൂടിയതാണ് അപകടത്തിന് കാരണമെന്നാണ് ഈ പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരവുമാണ്. പ്രേം ശശിക്കൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.